2019 മുതൽ ഇങ്ങോട്ടുള്ള ഏകദേശം 5-6 വർഷത്തിൽ അവിടെ ഒരുപാട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, ഒരുപാട് അപകടം നടന്നിട്ടുണ്ട്, മരണം നടന്നിട്ടുണ്ട് ആ കോളേജിൽ. പറ്റുമെങ്കിൽ അത് ആരാണ് അന്വേഷിക്കണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ UGC അന്വേഷിക്കണം, ചിലപ്പോൾ പോലീസ് അന്വേഷിക്കുമായിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അന്വേഷിക്കുമായിരിക്കും. അതെല്ലാം അന്വേഷിക്കണം. ഒരു 5-6 വർഷത്തിന് ഇങ്ങോട്ട് അവിടെ ഏതൊക്കെ മരണങ്ങൾ നടന്നിട്ടുണ്ട്, ആത്മഹത്യയും അപകടവും, അതെല്ലാം അന്വേഷിക്കണം. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ആ കോളേജിന് ഇപ്പോൾ തുറന്ന് പ്രവർത്തിച്ചാൽ മതി. അത് അന്വേഷിക്കണം. അവർ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയാണ് ഞാൻ എൻ്റെ വികാരമോ പറയുന്നത്. അതിനുള്ള നിയമവശം എനിക്കറിയില്ല. കോളേജിൽ ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ തുറക്കുന്നു എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച മുതൽ അങ്ങനെ തുറക്കണ്ട, ഇതിനൊരു തീരുമാനമായിട്ട് അറിഞ്ഞിട്ട് തുറന്നാൽ മതി. ഇത്രയും പേര് വന്നല്ലോ പ്രതിയിൽ. ഡീൻ വന്നു, കാന്തനാഥൻ വന്നു, എല്ലാവരും വന്നു. അവരെ കൊലക്കുറ്റത്തിന് ചേർക്കട്ടെ. 302 വകുപ്പ് ചേർത്ത് കൊണ്ടുപോയിട്ട് തുറക്കണോ വേണ്ടെന്നുള്ള കാര്യം അവരെ ആലോചിച്ചാൽ മതി. ഇല്ല, ആന്റി റാഗിംഗ് സ്ക്വാഡിലെ അക്ഷയയുടെ പേര് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അറിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവനെ ഈ അവസാനം 3 ദിവസം വരെ അവൻ്റെ ഫോൺ കൺട്രോൾ ചെയ്തതും അവൻ്റെ റൂമിൽ അവൻ്റെ അമ്മ വിളിക്കുമ്പോഴെല്ലാം കൂടെ ഉണ്ടായിരുന്ന ഈ അക്ഷയ, ഈ പീഡനം നടക്കുമ്പോഴും അവൻ്റെ എല്ലാ സമയവും അക്ഷയ കൂടെ ഉണ്ടായിരുന്നത്. മരണസമയം കഴിഞ്ഞിട്ട് പോലും, മരണസമയത്ത് ഹോസ്പിറ്റലിൽ നിന്നായിട്ട് പോലും അവൻ്റെ അമ്മ ഫോൺ വിളിക്കുന്നത് സിദ്ധാർത്ഥനെ കിട്ടാത്തതുകൊണ്ട് അവൻ അക്ഷയ. അവൻ്റെ അമ്മ വിചാരിച്ചു മകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. മകൻ മോർച്ചറിയിൽ കിടക്കുമ്പോഴും അവൻ്റെ അമ്മ വിളിച്ചു, അക്ഷയ വിളിക്കുന്ന സിദ്ധാർത്ഥന് എന്താ കുഴപ്പം, അവന് എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അവൻ പറയാം ഒരു കുഴപ്പമില്ല, അവന് ഇപ്പോൾ ഫോൺ കൊടുക്കാമെന്ന്. അപ്പോൾ ഈ 4 മണി 4:30 ആയപ്പോഴും പറയുന്നതാണ് അവനിപ്പോൾ ഫോൺ കൊടുക്കാമെന്നാണ് പറയുന്നത്. വളരെ വേദനയാണ് അങ്ങനെ പറയുന്നത്. അവൻ കൂടെ ഉണ്ട്, മകൻ മരിച്ചു കഴിഞ്ഞു, മോർച്ചറിയിൽ കിടന്നു, പെട്ടിയിൽ കയറ്റി. എന്നിട്ട് അക്ഷയ് പറയുക അവനൊരു കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യുക ആൻറ്റി, ഞാൻ ഇപ്പോൾ ഫോൺ കൊടുക്കാമെന്ന്. അതുപോലെ തന്നെ ഉണ്ട്, ഇന്നലെ അവന് കൂടെ വേറൊരു കൂട്ടുപ്രതി ഉണ്ടായിരുന്നു. നെടുമങ്ങാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒരു ഗൈനക്കോളജിസ്റ്റ് ബിന്ദു സുന്ദർ. ഈ കൊലപാതകം കഴിഞ്ഞ് അന്ന് തന്നെ ഓടി വന്ന് എൻ്റെ വീട്ടിൽ വന്ന്, അവർ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ വീട്ടിൽ തൊട്ടടുത്താണ്. അവർ ഓടി വന്ന് വീട്ടിൽ വന്ന് പറയുക, അത് എൻ്റെ മകനാണ് വാതിൽ ചവിട്ടി തുറന്നത്, അവൻ തൂങ്ങി നിൽക്കണ കണ്ടിട്ട് എൻ്റെ മകൻ വാതിൽ ചവിട്ടി തുറന്നു, അവൻ്റെ കാല് മുറിഞ്ഞിട്ടുണ്ട്, കാലിലെന്തോ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞിട്ട്. അത് അവന് എവിടെ വേണമെങ്കിൽ ഒന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അവിടെ 2 ദിവസം കഴിഞ്ഞിട്ട് അവർ നേരെ അവർ തലതിരിഞ്ഞു. അവർ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് അറിഞ്ഞത് ഒരു നോർത്ത് ഇന്ത്യക്കാർ കുട്ടികളാണ് ചവിട്ടി പൊളിച്ചത്. അപ്പോൾ നമുക്കും സ്വാഭാവികമായിട്ടും നാട്ടുകാർക്കും ഒരു സംശയം ഉണ്ടായി, ബിന്ദു സുന്ദറിൻ്റെ മകന് റോഹനും ഇതിൽ പങ്കുണ്ട്, ഈ കൊലപാതകത്തിൽ പങ്കുണ്ടത്. ഞാനത് എവിടെ വേണമെങ്കിലും പറയാൻ ഞാൻ എഴുതിയും കൊടുക്കാൻ തയ്യാറാണ്. വെറുതെ ഞാൻ ഒരു കാര്യം ഇതുവരെയ്ക്ക് ആരോപിച്ചിട്ടില്ല. ഈ ബിന്ദു സുന്ദറിന് ഗൈനക്കോളജിസ്റ്റ്, നെടുമങ്ങാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ബിന്ദു സുന്ദറിൻ്റെ മകനാ റോഹൻ, സീനിയറാണ്. അവന് ഇതിൽ വ്യക്തമായി പങ്കുണ്ട്. അവന് ചവിട്ടി തുറന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ട് ബാക്ക് തിരിഞ്ഞു, പുറംതിരിഞ്ഞു, അല്ലെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവൻ ഈ റോഹൻ നല്ല രീതിയിൽ പങ്കുണ്ട്. അക്ഷയ്ക്ക് പങ്കുണ്ട്. അക്ഷയുടെ മകൻ, അക്ഷയുടെ അച്ഛൻ അവിടെ ഒരു നല്ല ഒരു പ്ലാനറാ, ഒരു നല്ല രാഷ്ട്രീയക്കാരനോ. അതുകൊണ്ടായിരിക്കും ഈ അക്ഷയെ തൊടാതെ വെച്ചിരിക്കുന്നത്. എനിക്കറിയില്ല എന്താണെന്ന്. നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഞാനത് പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സംശയങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ CBIക്ക് അന്വേഷണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്തത്. അദ്ദേഹം അത് ഉറപ്പ് തന്നത് അതുകൊണ്ടാണ്. ഞാൻ അതിൽ കുറച്ച് തൃപ്തനുമാണ് അദ്ദേഹം പറഞ്ഞില്ല. അത് അല്ല, അതറിയില്ല, ഏത് നേതാവാണെന്ന് എനിക്കറിയില്ല. അക്ഷയുടെ അച്ഛൻ ഒരു നേതാവാണെന്ന് എനിക്കറിയാം. അത് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ ഏതായാലും അതെനിക്ക് വിഷയമുള്ളതല്ല. ഞാൻ ആ രാഷ്ട്രീയത്തിലോട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല. ഒരു നേതാവാണ് എനിക്കെന്നറിയാം. വലിയൊരു പ്ലാനറാണെന്ന് എനിക്കറിയാം. അവിടെ വലിയൊരു പ്ലാനറാണ്. ഇത് 2 മാത്രമേ എനിക്കറിയാവൂ. അവർ കണ്ടുപിടിക്കട്ടെ. ഇതുവരെയ്ക്കും അവിടെ ആരോ ഏതൊക്കെയോ പ്രമുഖ നേതാക്കളെ അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പേപ്പറിലും കണ്ടു, പത്രത്തിലും കണ്ടു, നല്ല പ്രമുഖരായ നേതാക്കൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതും എനിക്ക് വിഷയമില്ല, അവർ സംരക്ഷിക്കട്ടെ. പക്ഷേ പ്രതിപ്പട്ടികയിൽ കൊണ്ടുവരണം. ഈ 302 വകുപ്പ് ഇട്ടിട്ട് പ്രതിപ്പട്ടികയിലും അക്ഷയെ കൊണ്ടുവന്നേ പറ്റുള്ളത്. അതിൽ വേറെ യാതൊരു കോംപ്രമൈസും ഇല്ല. ഈ മർദ്ദിക്കുന്നത് കണ്ടു എന്നുള്ളൊരു മൊഴി അക്ഷയ് പോലീസിന് കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ ഈ കേസിൽ ഒരു പ്രധാന സാക്ഷിയായിട്ടല്ലേ അക്ഷയ് മാറുക? ഇല്ല, പ്രധാന സാക്ഷിയാവേണ്ട കാര്യമില്ല. അക്ഷയ് സാക്ഷിയല്ല. മർദ്ദിക്കുന്ന പ്രതി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ വളച്ചൊടിച്ച് കൊണ്ടുവരിക, വേണമെങ്കിൽ അവനൊരു മാപ്പസാക്ഷിയാക്കുക കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു സാക്ഷിയാക്കുക, ആ രീതിയിലാണ് കൊണ്ടുവരുന്നത്. അതല്ല ചെയ്യണം. അക്ഷയെ 302 വകുപ്പ് പ്രകാരം കൊലക്കുറ്റത്തിന് കേസ് എടുത്തതിന് അക്ഷയ് ഇതിലോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ അക്ഷയായിട്ട് അക്ഷയ സൗജന്യത്തിൽ ഇങ്ങനെ കണ്ടെന്ന് പറയണ്ട, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുക്കണ്ട, ശരി മാപ്പസാക്ഷിയാക്കുക അല്ലെങ്കിൽ സാക്ഷിയാക്കുക. അക്ഷയ് സാക്ഷിയല്ല, അക്ഷയ് പ്രതിയാ, 100% അക്ഷയ് പ്രതിയാ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ടിൽ പോലും പേരില്ലാത്ത ഒരാളെ എങ്ങനെയായിരിക്കും എന്താണ് അക്ഷയ്ക്കെതിരെയുള്ള ഒരു എവിഡൻസ്? നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും സംഭവം? ഇല്ല, അക്ഷയാണല്ലോ ഇപ്പം ആ വീട്ടിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് സമയം വീട്ടിൽ ഇത്രയും ഈ പ്രശ്നം നടന്നു, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്തല്ല അക്ഷയാണ് നമ്മൾ വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷയ്ക്കെല്ലാം നല്ല രീതിയിൽ ഇത് അറിയാം. ഈ പീഡനം നടക്കുമ്പോഴേ അറിയാം, കൊലപാതകം നടക്കുമ്പോഴേ കാര്യവും അറിയാം. ആ സമയത്തല്ല അക്ഷയ്ക്ക് നല്ലവണ്ണം അറിയാം. പിന്നെ എന്തുകൊണ്ട് ഇതിൽ പേര് വന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് ചിലപ്പോൾ ആന്റി റാഗിംഗ് സ്ക്വാഡ് അടുത്തൊരു അന്വേഷണം വരുമ്പോൾ
ചിലപ്പോൾ കണ്ടെത്തുമായിരിക്കും അടുത്ത അന്വേഷണം വരുമ്പോൾ. കണ്ടെത്തണം. കാര്യം എന്നാൽ ഇതുവരെയും പ്രതിപ്പട്ടികയിൽ ഇല്ലാത്ത ഒരാളുടെ പേര് വരെ വന്നു, ദേവരാഗ് എന്ന് പറഞ്ഞിട്ട്. പ്രതിപ്പട്ടികയില്ല. അവനെ ബ്രൂട്ടലായിട്ട് അവൻ്റെ ക്ലാസ്മേറ്റ്സാ റൂംമേറ്റ്സാ ബ്രൂട്ടലായിട്ട് ഉപദ്രവിച്ചില്ല. അവൻ്റെ പേരുമുണ്ട്, ദേവരാഗിൻ്റെ പേര്. അതെങ്ങനെ വന്നു? പോലീസ് റിപ്പോർട്ടിൽ ഇതുവരെയും വന്നിട്ടില്ല. അതെന്തുകൊണ്ട് വന്നിട്ടില്ല? അപ്പോൾ ഓരോ കാര്യം ആൻറ്റി റാവിസ് കാർഡ് കണ്ടുപിടിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അറിവ് ഞാൻ കണ്ടുപിടിച്ച് കൊടുക്കണം. എനിക്ക് IB-യിൽ ജോലിയൊന്നുമില്ല, ഇത് കണ്ടുപിടിച്ച് കൊടുക്കാം. എനിക്ക് കിട്ടിയ അറിവുകളെല്ലാം ഞാൻ കൊടുത്തു. അതുവരെയുള്ള അന്വേഷണങ്ങൾ തന്നെ ഇതുവരെയും വന്ന് നിൽക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ പോയിട്ടുണ്ടോയെന്ന് അറിയില്ല. അത് ഞാൻ ഉദ്യോഗസ്ഥന് ഒരിക്കലും കുറ്റം പറയുന്നില്ല, അതിലെനിക്ക് താല്പര്യവുമില്ല. ഉദ്യോഗസ്ഥൻ നല്ല രീതിയിൽ കൊണ്ടുപോയായിരിക്കും, അല്ലെങ്കിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്തോ കാണുമായിരിക്കും, അവർക്കും സമ്മർദ്ദങ്ങൾ കാണുമായിരിക്കും. അത് ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. അല്ല ഞാൻ ആരെയും ഒരു രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയോ ഞാൻ ഇത് കരിവാരിത്തേക്കാനുള്ള എനിക്ക് അതിന് ആവശ്യമില്ല. എനിക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മകന് നീതി കിട്ടണം, ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കല്. ഈ രണ്ട് കാര്യവും എനിക്ക് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഇതിൽ നടക്കുന്നത്.